അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മൾ അഖ്ലാഖ് എന്ന വിഷയത്തിൽ 4 പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉസ്താദുമാരെന്ന പാഠമായിരുന്നു നമ്മൾ ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞത്. ആ പാഠം നിങ്ങൾ എഴുതിയിട്ടുണ്ടാകാം. ചോദ്യങ്ങൾക്ക് എഴുതാൻ പറഞ്ഞിരുന്നു ഞാൻ. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ലേ? ഉസ്താദുമാരെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ പാഠത്തിന് മനസ്സിലായത്? ആരാണ് ഉസ്താദുമാർ? നമ്മൾ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു അല്ലേ? മാതാപിതാക്കൾ നമ്മുടെ ശരീരം നോക്കി വളർത്തുന്നവരാണ്. എന്നാൽ നമ്മുടെ മനസ്സ് വളർത്തുകയും നന്നാക്കുകയും ചെയ്യുന്നവരാണ് ഉസ്താദുമാർ. അപ്പോൾ ഉസ്താദുമാർ ആരാണെന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ മറുപടി പറയുക? നമ്മുടെ മനസ്സ് വളർത്തുകയും നന്നാക്കുന്നവരുമാണ് ആര്? നമ്മുടെ ഉസ്താദുമാർ. ഉസ്താദുമാരെ ബഹുമാനിക്കണം, ആദരിക്കണം. അവരെ ആക്ഷേപിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? നിങ്ങൾ ഉസ്താദിനെ അങ്ങനെയാണോ നിങ്ങൾ പെരുമാറുള്ളത്? നിങ്ങൾക്ക് നല്ല കുട്ടികൾ. അപ്പോൾ ഉസ്താദിനെ കാണുമ്പോൾ ഉസ്താദിനോട് സലാം പറയുക. എന്നിട്ട് ഉസ്താദിൻ്റെ മുമ്പിൽ അച്ചടക്കത്തോടുകൂടി താഴ്മയോടുകൂടി നിൽക്കണം. ഉസ്താദിനോട് ഉച്ചത്തിലൊന്നും സംസാരിക്കരുത്. മനസ്സിലായോ? അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണതൊക്കെയും. അപ്പോൾ നമുക്ക് കുറ്റം കിട്ടും, കുരുത്തക്കേട് കിട്ടും. ഉസ്താദ് ഗുരുവാണ് നമ്മുടെ, അല്ലേ? നമ്മൾ ഉസ്താദ് നമ്മളെ ഗുരുവാണ്. ആ ഉസ്താദിൻ്റെ ഗുരുത്തക്കേട് നമുക്ക് കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ മോശപ്പെട്ട ആളുകളായി മാറും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഉസ്താദുമാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അവർക്ക് വേണ്ട സേവനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ചെറിയ കുട്ടികളല്ലേ? വലിയ കുട്ടികളൊക്കെ ആയി നല്ല ജോലിക്ക് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലൊക്കെ പോയിട്ട് നിങ്ങൾ ഉസ്താദുമാരെ മറക്കരുത്. ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട്, ഉസ്താദെ ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്, എനിക്ക് നല്ല ജോലിയൊക്കെ കിട്ടണം, അതിന് വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദിനെ എവിടെ കാണുമ്പോഴും ഉസ്താദിന് വേണ്ട ഒത്താശകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യൂലേ? അങ്ങനെയാണ് നല്ല കുട്ടികൾ. അള്ളാഹു നമുക്കൊക്കെയും ഉസ്താദുമാരുടെ പൊരുത്തം ലഭിച്ചവരിൽ പെടുത്തുമാറാകട്ടെ. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉസ്താദുമാരെ ആദരിച്ചാലും ബഹുമാനിച്ചാലും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഒരു കഥയിലൂടെ നമ്മൾ പഠിക്കുക. ഇന്നത്തെ നമ്മൾ 4ാമത്തെ പാഠത്തിൻ്റെ ഒരു ഭാഗമാണ് ഖിസ്സത്തുൻ. ഖിസ്സ എന്ന് പറഞ്ഞാൽ എന്താ? ഖിസ്സ എന്ന് പറഞ്ഞാൽ എന്താ? ഖിസ്സ എന്ന് പറഞ്ഞാൽ കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഥ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എന്ത്? കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ, അല്ലേ? ആ കഥ കേൾക്കാൻ നമുക്കൊക്കെ ഇഷ്ടമായി കയറും. എന്നാൽ ഞാനൊരു കഥ എന്ന് പറയാൻ പോവാം. നമ്മളെ പാഠത്തിലുള്ള കഥയാണ്. ഞാൻ വായിച്ചു തരും, പിന്നീട് നിങ്ങളിപ്പോൾ കേട്ടിരിക്കുക. ഹാറൂൺ റഷീദ് എന്നറിയപ്പെടുന്നൊരു രാജാവുണ്ടായിരുന്നു. അയാൾ ഭരണാധികാരിയാണ്, രാജാവുമാണ്. ആരാണ്? പേര് പറഞ്ഞാണ് ഹാറൂൺ റഷീദ്. ഉറക്കെ പറഞ്ഞാണ് ഹാറൂൺ റഷീദ്. ആദ്യം കുട്ടികൾക്ക് പേരിട്ട് കേട്ടിക്കണോ? അങ്ങനെ കുട്ടികൾക്ക് പേരിടലുണ്ട്, അല്ലേ? അത് നല്ലൊരു മുസ്ലിം ഭരണാധികാരിയായ ഒരു രാജാവിൻ്റെ പേരാ. എന്താ അയാളുടെ പേര്? ഹാറൂൺ റഷീദ്. അദ്ദേഹത്തിനക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു മകന്. ആ മകന് അറിവ് പഠിപ്പിക്കാനായി ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് അയച്ചു. നിങ്ങൾ കണ്ടില്ലേ? തലകെട്ടൊക്കെ കെട്ടിയിട്ട് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന കുട്ടികളെ കണ്ടില്ലേ? നിങ്ങൾ പള്ളിയിലൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടനാ? മുത്തഅല്ലിമീങ്ങൾ, മൂല്യരുട്ടികൾ നമ്മൾ പറയില്ലേ? വെള്ള തുണിയും കുപ്പായും, അതുപോലെ തന്നെ തലകെട്ടൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ ധരിച്ച് പള്ളിയിലെ അവർ താമസിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പള്ളിയിൽ വന്ന് താമസിക്കുന്നത്? അറിവ് പഠിക്കാൻ. നമ്മൾ മദ്രസയിൽ വന്ന് അറിവ് പഠിക്കണല്ലേ? മദ്രസൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടികളാകുമ്പം ദർസിലേക്ക് അവർ പോകും, അല്ലേ? അവിടെ പോയിട്ട് അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും.
കണ്ടില്ലേ നിങ്ങൾ അങ്ങനത്തെ കുട്ടികളെ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? നിങ്ങളെ കുടുംബത്തിലൊക്കെ ഉണ്ടോ അങ്ങനത്തെ മുത്താലിമീങ്ങളായ കുട്ടികൾ? ഉണ്ടോ? രണ്ടോടുണ്ടോ? അവൻ്റെ കാക്ക മുത്താലിമാണല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ വീടുകളിലൊക്കെ അല്ലേ അങ്ങനത്തെ കുട്ടികൾ എന്ത് പഠിക്കാൻ പോവാണ്? അവർ അറിവ് പഠിക്കാൻ വേണ്ടി പോവാണ്. ആളുകൾക്കൊക്കെ അവരെ വലിയ ബഹുമാനമായിരിക്കും, വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? വീടുകളിലൊക്കെ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും വീട്ടുകാരൊക്കെ അല്ലേ? എന്താണ് കാരണം? അവർ അല്ലാഹുവിൻ്റെ ഇൽമ് പഠിക്കാൻ വേണ്ടി പോയവരാണ്. അങ്ങനെ എന്ത് ചെയ്യും? ഈ രാജാവ് തൻ്റെ മകനെ അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ആരാ രാജാവ്? ഹാറൂൺ റഷീദ് അല്ലേ? അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മകനെ കാണാൻ പൂതിയായി ഹാറൂൺ റഷീദ് എന്ന രാജാവിന് അല്ലേ? അങ്ങനെ ആ ഉപ്പയായ ഹാറൂൺ റഷീദ് എന്നവർ മകനെ കാണാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഹാറൂൺ റഷീദ് ഇങ്ങനെ വന്ന് ഉസ്താദിൻ്റെ അടുക്കൽ വന്ന് നോക്കുമ്പോൾ ആ ഉസ്താദ് വുളു എടുക്കുന്ന രംഗമാണ് കണ്ടത്. നമ്മൾ വുളു ഉണ്ടാക്കി പഠിച്ചില്ലേ? അമലിയാത്തെന്ന് പഠിച്ചില്ലേ? ഇതുപോലെ എന്ത് ചെയ്യാണ്? ഉസ്താദ് വുളു ഉണ്ടാക്കുമ്പോഴാണ് ഈ ഹാറൂൺ റഷീദ് എന്നറിയപ്പെടുന്ന രാജാവ് വരുന്നത്. അങ്ങനെ ഈ ഉസ്താദിൻ്റെ അടുക്കൽ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് അറിയങ്ങൾ? ഈ രാജാവിൻ്റെ മകനുണ്ടല്ലോ, ഹാറൂൺ റഷീദ് എന്ന രാജാവിൻ്റെ മകൻ, ഈ മകന് ഈ ഉസ്താദിനിക്ക് വുളു ഉണ്ടാക്കാനുള്ള വെള്ളം ഇങ്ങനെ ഒരു കോപ്പെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക്? രാജാവ് മകനെ കാണാൻ വരുമ്പം കാണുന്ന രംഗം എന്താണ്? ഉസ്താദ് വുളു ഉണ്ടാക്കുകയാണ്. ആ വുളു ഉണ്ടാക്കുന്ന ഉസ്താദിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആരാണ്? ഈ ഹാറൂൺ റഷീദിൻ്റെ മകനാണ്. മനസ്സിലായോ? നമ്മളൊക്കെ പൈപ്പ് നിങ്ങൾ തിരിച്ചാണല്ലോ വുളു ഉണ്ടാക്കൽ. ഇതല്ല, ഇത് ഈ ഉസ്താദിനേക്കും ശിഷ്യനിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായോ? നിങ്ങളങ്ങനെ ചെയ്യലുണ്ടോ? ഉണ്ടോ? നമ്മളെ വയസ്സായ വല്യമ്മൊക്കെ ഉണ്ടാവും, അവർക്ക് പൈപ്പൊന്നും വുളു ഉണ്ടാക്കാൻ കഴിയൂലെങ്കിൽ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അല്ലേ? ഇതുപോലെ ഹാറൂൺ റഷീദിൻ്റെ മകന് വുളു ഉണ്ടാക്കാനുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന രംഗാണ് കാണുന്നത്. എന്തിനാണ് ആ കുട്ടിയെ ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഹാറൂൺ റഷീദ് വിട്ടത്? എന്തിനാ പറയ്? അറിവ് പഠിപ്പിക്കാനല്ലേ? വുളു ഉണ്ടാക്കാനാ? വുളു ഉണ്ടാക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനാ? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാൻ? നമ്മളാണെങ്കിൽ എന്താ പറയുക? ഉസ്താദ്, എൻ്റെ കുട്ടീനെ ഞാൻ പറഞ്ഞയച്ചത് അറിവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ വുളു ഉണ്ടാക്കിപ്പിക്കുകയാണ് ആ കുട്ടീനെ കൊണ്ട് എന്ന് ചോദിക്കൂലേ? പക്ഷേ ഹാറൂൺ റഷീദ് എന്താ പറയാറോ? ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി ഉസ്താദിനോട് പറഞ്ഞേ, അദബും മര്യാദയും പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എന്ത് പറഞ്ഞേ? അദബും മര്യാദയും പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മകനെ നിങ്ങളിലേക്ക് അയച്ചത്. എന്ത് സംഭവിച്ചപ്പോൾ? എന്തിനാ രാജാവ് അങ്ങനെ പറഞ്ഞത്? ഇനി ആ രാജാവ് പറഞ്ഞതിന് ഉസ്താദ് എന്താ മറുപടി പറയുക? അത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇൻഷാ അല്ലാ അത് നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അടുത്ത പാഠം എടുക്കുമ്പം, അടുത്ത ബാക്കി എടുക്കുമ്പോൾ. ഇന്ന് നമ്മൾ ആ ഹാറൂൺ റഷീദ് എന്നവർ ഉസ്താദിൻ്റെ അടുക്കലേക്ക് വന്നതും ആ ഉസ്താദിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ കുട്ടി വുളു ഉണ്ടാക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഹാറൂൺ റഷീദ് പറഞ്ഞത് എന്താണ്? അദബും മര്യാദയും പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ മകനെ നിങ്ങളിലേക്ക് അയച്ചത്. അപ്പം ഞാൻ ഉസ്താദ് എന്താ മറുപടി പറയാം? പിന്നീട് എന്താ രാജാവ് ആ ഉസ്താദിനോട് പറയുക? ആ കുട്ടിയെ ഹാറൂൺ റഷീദ് തിരിച്ചു കൊണ്ടുപോയോ അതോ അവിടെ നിർത്തിയോ? അത് നമുക്കറിയണ്ടേ? അത് ഇൻഷാ അല്ലാ നമുക്ക് എടുക്കാം. ഇന്ന് നമ്മൾ ഇത്രയാണ് എടുക്കുന്നത്. എല്ലാവരും പുസ്തകം എടുത്തോ, ഞാൻ വായിക്കാം. ഖിസ്സത്തുൻ കണ്ടോ? എല്ലാവരും കണ്ടോ? 12ാമത്തെ പേജ് മറിക്കും എല്ലാവരും. നോക്കൂ, എല്ലാവരും പുസ്തകത്തേക്ക് നോക്കൂ. എല്ലാവരും കയ്യിൻ്റെ വെല്ലക്കണ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം.
ഹാറൂൺ റഷീദ് എന്നു പേരുള്ള ഒരു ഭരണാധിപനുണ്ടായിരുന്നു. ഭരണാധിപൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, മനസ്സിലായോ? അയാളുടെ പേരെന്താ പറഞ്ഞത്? ഹാറൂൺ റഷീദ്. അദ്ദേഹം തൻ്റെ മകനെ അറിവ് പഠിക്കാനായി ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് അയച്ചു. മകനെ കാണാൻ ഒരു ദിവസം അവർ ചെന്ന് നോക്കുമ്പോൾ ഉസ്താദ് വുളൂ ചെയ്യുകയാണ്. ഉസ്താദിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉസ്താദിന് എന്താ പണി? കിടന്നുറങ്ങാണോ? പിന്നെന്താ? വുളൂ ചെയ്യുകയാണ്. ഉസ്താദിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തൻ്റെ മകനാണ്. ആരുടെ മകന്? ഭരണാധിപൻ്റെ മകൻ. ഹാറൂൺ റഷീദ് എന്ന ഭരണാധിപൻ്റെ മകനാണ്. ഇത് കണ്ട രാജാവ് ഉസ്താദിനോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? പറഞ്ഞതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളി. അദബും മര്യാദയും പഠിപ്പിക്കുവാനാണ് ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അതുവരെ നമ്മൾ എടുക്കുന്നത് മനസ്സിലായോ? എന്നാ ഒന്ന് വായിക്കും. ഞാൻ വായിക്കുക, നിങ്ങൾ വായിക്കുക. ഖിസ്സത്തുൻ പറയും. ഹാറൂൺ റഷീദ് എന്ന് പേരുള്ള, വായിക്കും, ഉറക്ക വായിക്കും. ഒരു ഭരണാധിപനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മകനെ അറിവ് പഠിക്കാനായി ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് അയച്ചു. മകനെ കാണാൻ ഒരു ദിവസം അവർ ചെന്നു നോക്കുമ്പോൾ ഉസ്താദ് വുളൂ ചെയ്യുകയാണ്. ഉസ്താദിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തൻ്റെ മകനാണ്. ഇത് കണ്ട രാജാവ് ഉസ്താദിനോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അദബും മര്യാദയും പറയും പഠിപ്പിക്കുവാനാണ് ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. മനസ്സിലായോ? ഈ ഭാഗം ഒരു 6 വരിയുണ്ട്. ആ 6 വരി ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക 3 പ്രാവശ്യം. പിന്നീട് ആ പാഠഭാഗങ്ങൾ നിങ്ങൾ എഴുതുക. മനസ്സിലായോ? എന്നിട്ട് ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ഞാനിത് ചോദിക്കും, എന്താണ് കഥ, ഏതാ രാജാവ് എന്നും ആ രാജാവ് തൻ്റെ മകനെ എങ്ങോട്ട് അയച്ചു എന്നും അങ്ങനെ ആ ഉസ്താദിനോട് രാജാവ് എന്താണ് ചോദിച്ചത് എന്നും ഒക്കെ ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് കിട്ടൂലേ? നല്ല ഉഷാറായി നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരണം. റെഡിയല്ലേ? പഠിക്കൂലേ? അങ്ങനെ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വായിക്കുക. ഉസ്താദുമാരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല നമ്മൾ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ പൊരുത്തം ലഭിക്കുന്നവർ നമ്മളെ പൊരുത്തുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.